കഴിഞ്ഞ ദിവസം നമ്മുടെ സൈക്കിൾ ശരിയാക്കി തന്നത് ഇവരാണ് ട്ടാ. ഇവരിവിടെ ആർമിയിലാണ് വർക്ക് ചെയ്യണത്. അതുപോലെ തന്നെ ഇവരൊരു ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ട് വന്നേക്കണേ ട്ടാ. ഇവരിവിടെ MTB റേസിന്റെ ഭാഗമായിട്ടാണ് വന്നേക്കണത്. അതുപോലെ തന്നെ ഇവർക്ക് സൈക്കിളിന്റെ എല്ലാ പരിപാടിയും അറിയാം. ഈ കാണുന്നതാണ് ഇവരുടെ സൈക്കിൾ ട്ടാ. അതുപോലെ തന്നെ ഇത് തന്നെയാണ് ഇവരുടെ ഗ്യാരേജും. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഇവരോട് എല്ലാവരോടൊക്കെ യാത്രയൊക്കെ പറഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങണേ ട്ടാ. കഴിഞ്ഞ ദിവസം നമ്മൾ താമസിച്ചത് ഈ ഒരു വീട്ടിലാണ്. ഈ ഒരു താമസ സൗകര്യം റെഡിയാക്കി തന്നത് ഈ ഒരു ബയ്യാണ് ട്ടാ. അങ്ങനെ ഈ ഒരു ബയ്യനോടും അവരുടെ വൈഫിനോടൊക്കെ യാത്രയൊക്കെ പറഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. വീണ്ടും നമ്മൾ തിരിച്ചു വന്ന വഴിക്ക് ഇവിടെ കയറുമെന്നാണ് ട്ടോ പറഞ്ഞത്. അപ്പോഴാണ് ഒരു മലയാളീനെ കണ്ടത്. ആളിവിടെ BROയിൽ വർക്ക് ചെയ്യണ കേട്ടാ. നല്ല അടിപൊളി മനുഷ്യൻ. അങ്ങനെ പുള്ളീനോടൊക്കെ യാത്രയൊക്കെ പറഞ്ഞിറങ്ങിയപ്പോൾ വീണ്ടും കുറച്ച് ആൾക്കാരെ കണ്ടുമുട്ടി കേട്ടാ. നമ്മൾ പോണ റൂട്ടിലൊക്കെ ഇതേപോലെ ചെറിയ വെള്ളച്ചാട്ടങ്ങൾ അതുപോലെ തന്നെ ബ്രിഡ്ജുകൾ മൊത്തം ടിബറ്റൻ ഫ്ലാഗ് കൊണ്ട് കെട്ടിയേക്കണ കേട്ടാ. അത് കഴിഞ്ഞ് നമ്മൾ 2 മലയാളികളായ പട്ടാളക്കാരെ കണ്ടേട്ടാ. നമ്മൾ ഈ ഒരു പോണ റൂട്ടിൽ ഒരുപാട് മലയാളികളെ കണ്ടുമുട്ടുണ്ട് കേട്ടാ. മലയാളികളെ കാണുമ്പോൾ കിട്ടുന്ന ഒരു ഫീലില്ലേ അത് വേറെ തന്നെയാണ് ട്ടാ. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ പോണേക്ക് നല്ല രീതിയിൽ കോട വന്നു തുടങ്ങി കേട്ടാ. അതിൻ്റെ അടുത്തൊരു ചെറിയൊരു ഗ്രാമമൊക്കെ ഉണ്ട് കേട്ടോ. ഇവരിവിടെ ഒറ്റപ്പെട്ട് താമസിക്കുകയാണ്. പോണ റൂട്ടിലൊക്കെ ഫുള്ള് വെള്ളച്ചാട്ടങ്ങളും അരുവികളും കാര്യങ്ങളൊക്കെ ഉണ്ടാ. എന്ത് ഭംഗിയാണ് ഈ ഒരു റൂട്ട് സഞ്ചരിക്കാൻ വേണ്ടി. നിങ്ങൾ ആരെങ്കിലും ഈ ഒരു റൂട്ട് വന്നിട്ടുണ്ടെങ്കിൽ പറയണേ. അത് കഴിഞ്ഞ് നല്ല രീതിയിൽ കിട്ടിയേട്ടാ. നമ്മൾ റോഡ് സൈഡിൽ പെട്ടിരിക്കണേ ഏകദേശം 10 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും കിട്ടുള്ളൂ. ഈ ഒരു വണ്ടിക്കാരൻ നമുക്ക് ലിഫ്റ്റ് തന്നിട്ടാ. അങ്ങനെ അതിൻ്റെ അടുത്തൊരു ആർമി ക്യാമ്പ് ഉണ്ടായിരുന്നു. അവിടെ കൊണ്ട് ഇറക്കിയിട്ടാ. അവിടുന്ന് ഫുഡും കാര്യങ്ങളെല്ലാം സെറ്റായി.